ഇത്തിരിപ്പോന്ന ഈ കൊച്ചുപുര ഒരു ചരിത്ര സ്മാരകമാണ്. പ്രസിദ്ധമായ കുറേ നാടകങ്ങളുടെ ഈറ്റില്ല തറയാണിത്. കേരളത്തിലെ നാടകപ്രേമികൾ നിറകൈകളോടെ ആഘോഷിച്ച ഒരു പിടി ജനപ്രിയ നാടകങ്ങളുടെ കാവ്യാരങ്ങ് ഈ കൊച്ചു വീടായിരുന്നു. ഇവിടെയായിരുന്നു വൈക്കം മാളവിക എന്ന കേരളത്തിലെ അതിപ്രശസ്തമായ നാടക ട്രൂപ്പിന്റെ റിഹേഴ്സൽ ക്യാമ്പ്. പോയ കാലത്തിന്റെ മധുരസ്മരണകളുമായി വൈക്കം മാളവികയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഉടമ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. ഇത് മാളവിക ജോൺ എന്ന TK ജോൺ. നടനും നാടകകൃത്തും സംവിധായകനുമൊക്കെയായി അരനൂറ്റാണ്ടോളം രംഗവേദിയിലെ നക്ഷത്രമായിരുന്നു ഈ കലാകാരൻ. നാടകത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം. പക്ഷേ ഇന്ന് ഈ അഭിനേതാവ് അനാരോഗ്യം കൊണ്ട് അരങ്ങൊഴിഞ്ഞു നിൽക്കുകയാണ്. 18ാമത്തെ വയസ്സിലാണ് ആദ്യമായി നാടകം കളിക്കുന്നത്. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നത് വടകോട് ഹെഡ്മാസ്റ്റർ മുത്തായി സാറാണ്. മുത്തായി സാർ ഒരു നാടക നടനായിരുന്നു. ഇപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളിൽ കുറേ പേരെങ്കിലും നാടകരംഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും 6-7 പിള്ളേരെ പനമ്പള്ളി പോകുന്നവൻ്റെ മോനെല്ലാം അവിടെ പഠിച്ചിരുന്ന സമയമാണ്. പുള്ളി ഒരു നടനായിരുന്നു. പിന്നെ PPKയുടെ സജീവ്, പുള്ളി ഒരു നടനായിരുന്നു. ഒക്കെ നടന്മാരാക്കിയത് മത്തായി സാറാണ്. വീട്ടിലെ എതിർപ്പായിരുന്നു. ഒരു സമ്പന്നമായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ വീട്ടിലെ എതിർപ്പ് ഓഹിക്കാതെ മത്തായി സാറ് വൈക്കത്ത് വന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചുകൊണ്ടാണ് ആദ്യം നാടകം കളിക്കുന്നത്. അമച്ചർ നാടകം കളിച്ച് കാലാക്ക കുമാരൻ വന്ന് നാടകം ഉദ്ഘാടനം ചെയ്തു. അന്ന് എൻ്റെ അഭിനയം കണ്ടുകൊണ്ടാണ്. അപ്പോൾ കാളിദാസ് കലാമന്ദിരത്തിന് ഒരാളില്ലായിരിക്കും ഡോക്ടർ നാടകത്തിൽ ഡോക്ടറായിട്ട് അഭിനയിക്കാൻ. അങ്ങനെയാണ് എന്നെ വിളിച്ചത്, കൊണ്ടുപോയത്. അതിനു മുമ്പ് പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് നമ്മൾ കാലൂന്നിയായിരുന്നു. അത് സ്വാമി ബ്രഹ്മോദൻ എഴുതിയ പഴശ്ശിരാജ എന്ന് പറഞ്ഞ നാടകം പഴയ തലമുറയിലെ ആൾക്കാർ അവതരിപ്പിച്ച് അതിനകത്ത് ചെറിയൊരു വേഷം എനിക്കും കിട്ടി, ഒരു കുറിച്ച് ചെറുക്കനായിട്ട്. കുണ്ടറവാസി, ചേർത്തല വാസവക്കുറുപ്പ്, കുത്തിയുടെ രാഘവൻപിള്ള, അഗസ്റ്റിൻ ജോസഫ് എന്നിവരൊക്കെയായിരുന്നു നടികളും നടന്മാർ. അമ്പലപ്പുഴ മീനാക്ഷി അമ്മ. ആ ടീമിൻ്റെ കൂടെ നാടകം കളിക്കാനുള്ളൊരവസരം കിട്ടിയത്. അത് വൈക്കം രാജു എന്ന് പറഞ്ഞ നടനാണ് എന്നെ കൊണ്ടുപോയത്, ചാൻസ് വാങ്ങിച്ചു വന്നത്.